സാർ, ഞാൻ ഈ ബജറ്റിനെ പിന്തുണയ്ക്കുക. അതിന് വിവിധ കാരണങ്ങളുണ്ട്. 2025 കേരള ബജറ്റ് ഒരേ സമയം അത്ഭുതവും ആത്മവിശ്വാസവും ആവേശവും പകരുന്നതായിരുന്നു. എന്നാൽ അതങ്ങനെ ബോധ്യപ്പെടാത്ത ചിലർ ഈ സഭയിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് കുറച്ചു മുൻപ് ഇപ്പോൾ മാത്യു കോഴനാടിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായത്. അദ്ദേഹത്തിന് ഇത്ര കാലം ഈ സഭയിലിരുന്നിട്ടും കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ഏത് മേഖലയിലാണ് എന്ന് പിടികിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. സാർ, ഈ ബജറ്റിൽ മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാലത്തും ഫോക്കസ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലാണ്. ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ അദ്ദേഹം ചില സാങ്കേതികമായ കണക്കുകൾ പറഞ്ഞു. വിദ്യാഭ്യാസ, ആരോഗ്യ, നഗരവികസന മേഖലയിൽ ശരാശരി ദേശീയ ശരാശരിയേക്കാളും കുറഞ്ഞ തുകയാണ് കേരളം വെച്ചത്. ഇത് നരേന്ദ്രമോദി എന്താ പറയുന്നത് പോലെയാണ്. ഇന്ത്യയുടെ ആളോഹരി വരുമാനത്തിൻ്റെ കണക്ക് പറയാറുണ്ട്. അതുപോലെയാണ് അദ്ദേഹം ഈ ശരാശരി കണക്ക്. സാർ, ഈ പണം എവിടെയാണ്, ആർക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നതല്ലേ പ്രധാനം. കേരളത്തിൽ മാറ്റിവെക്കുന്ന പണം, പൊതുഖജനാവിൽ നിന്ന് എടുത്തു മാറ്റുന്ന പണം, ആ പണം പരിപൂർണമായും പൊതുമേഖലകൾക്ക് വേണ്ടി, പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി, പൊതു ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത്. അവിടെയാണ് ഞങ്ങളുടെ ഫോക്കസ്. പിന്നെ അദ്ദേഹത്തിന് പിടികിട്ടാതെ പോയത് കൃഷിക്ക് വേണ്ടത്ര പണം വെച്ചിട്ടില്ല എന്നാണ്. ഈ ബജറ്റ് സൂക്ഷ്മമായിട്ടൊന്നും വായിക്കണ്ട, ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ കാണാമല്ലോ. വിളപരിപാലനത്തിന് 535 കോടിയിലധികം രൂപ, കേര പദ്ധതിക്ക് 100 കോടി, നെൽകൃഷി വികസനത്തിന് 150 കോടി, നാളികേര വികസനത്തിന് 73 കോടി, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 78 കോടി, മൃഗസംരക്ഷണം 318 കോടി, ക്ഷീരവികസനം 121 കോടി. ഇതല്ലാതെ ഏത് കൃഷിയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? മാത്യു കോഴനാടൻ, കോൺഗ്രസിലെ കുത്തിത്തിരിപ്പ് കൃഷിക്കാണെങ്കിൽ അതിന് ഇവിടെ നിന്ന് പണം കിട്ടും എന്ന് കരുതേണ്ട. അത്തരം കൃഷി ഒഴിച്ച് മറ്റെല്ലാ കൃഷിക്കും ഇവിടെ പണം വെച്ചിട്ടുണ്ട്. സാർ, നമ്മൾ ആലോചിക്കേണ്ട എന്താ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്താ? ഏതാണ്ട് അടങ്ങാത്ത പ്രതികാരദാഹവുമായി നടക്കുന്ന രക്തരക്ഷസനെ പോലുള്ള സമീപനമാണ് കേന്ദ്രം നമ്മളോട് എടുക്കുന്നത്. കേരളത്തെ തുടർച്ചയായി അവഗണിച്ചും അവഹേളിച്ചും കടന്നുപോയ കേന്ദ്ര ബജറ്റിൻ്റെ പുറകിലാണ് നമ്മൾ ഈ കേരള ബജറ്റ് അവതരിപ്പിച്ചത്. അതാണ് അത്ഭുതം കൂറുന്ന ബജറ്റായി ഈ ബജറ്റ് മാറ്റപ്പെടുന്നത്. പ്രതിവർഷം 50,000 കോടിയുടെ കടുവെട്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാലത്ത് നടത്തിയത്. അത് നികുതി ഇനത്തിൽ, ഗ്രാൻഡ് ഇനത്തിൽ എല്ലാം കടുവെട്ട് നടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് കേരളം ഈ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. സാർ, ഇന്ത്യ നമ്മുടേത് കൂടിയാണല്ലോ. ഇന്ന് കാണുന്ന ഇന്ത്യയെ സൃഷ്ടിക്കാനും അതിനെ നിലനിർത്താനും ഇടതടവില്ലാതെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരുടെ ചരിത്രത്തിൽ മലയാളികളുണ്ട്, കേരളമുണ്ട്. എന്നിട്ട് ഈ മലയാളികളുടെ ജീവനും ജീവിതവുമെല്ലാം സമർപ്പിക്കപ്പെട്ട ഇന്ത്യയെ പുനഃസൃഷ്ടിച്ച ഇന്ത്യയിൽ മലയാള നാട്ടിന് കേരളത്തിനൊരു സ്ഥാനവുമില്ല എന്ന് പറയുന്ന കേന്ദ്ര ഭരണകൂടത്തെ വെറുക്കാതെ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും? സാർ, ഈ കേന്ദ്രക്കാർ മലയാളികളെ പൂർണ്ണമായും മറന്നു കഴിഞ്ഞിരിക്കുകയാണ്. മതനിരപേക്ഷതയും മാനവികതയും മുഖമുദ്രയാക്കിയ മലയാളക്കരയെ മാനം കെടുത്തുന്ന ഉന്നതകുല ദ്രോഹികളായി കേന്ദ്ര സർക്കാർ മാറുന്നത് മറ്റാര് പുറത്താലും മാനാഭിമാനമുള്ള മലയാളികൾ പൊറുക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സാർ, ഈ നാടിനു വേണ്ടി നമ്മൾ ചോദിച്ചതിൽ എന്തെങ്കിലും ഒന്ന് അവർ അനുവദിക്കാൻ സന്നദ്ധരായിട്ടുണ്ടോ? ഒന്നും അനുവദിക്കാൻ സന്നദ്ധരായിട്ടില്ല. വയനാട് ദുരന്ത പരിഹാരത്തിന് 2,000 കോടി രൂപ മാത്രമാണ് ഈ ഗവൺമെൻറ് ചോദിച്ചത്. തന്നതോ വട്ടപൂജ്യം. GST നഷ്ടപരിഹാരം നികത്താൻ 24,000 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. പ്രവാസി ക്ഷേമ പദ്ധതിക്ക് 3,940 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 5,000 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. വന്യജീവി ആക്രമണം നേരിടാൻ 1,000 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. കാലാവസ്ഥ വ്യതിയാന കെടുതി പരിഹരിക്കാൻ 4,500 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. നെല്ല് സംഭരണത്തിന് 2,000 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. ഉന്നത വിദ്യാഭ്യാസത്തിന് 2,000 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. റബ്ബർ വില സ്ഥിരതാ ഫണ്ടിലേക്ക് 1,000 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. കടലേറ്റവും തീരശോഷണവും തടയാൻ 2,329 കോടി ചോദിച്ചു. തന്നത് വട്ടപൂജ്യം. ഇതാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. ഒന്നും തരാതിരുന്നവർ ആനമുട്ട, ഗോപി, ഒന്നും തരാതിരുന്നവർ ഒന്നും തരാതിരിക്കാൻ ഒന്നാമതായി പറഞ്ഞ കാര്യമാവട്ടെ, അതിലേറെ രസമാണ്. നമ്മളെല്ലാത്തിനും ഒന്നാമതായി എന്നതാണ് അവരുടെ ന്യായം. എന്ത് അന്യായ ന്യായമാണ് സാർ ഈ കേന്ദ്ര സർക്കാർ കേരളത്തെക്കുറിച്ച് പറയുന്നത്? കേരളം വിദ്യാഭ്യാസത്തിൽ ഒന്നാമതല്ലേ, അതിനാൽ കേരളത്തിന് ഇനി തുടർ പഠനത്തിന് പണമില്ല എന്ന് കേന്ദ്രം പറയുകയാണ്. കേരളത്തിൽ പട്ടിണി മരണമില്ലല്ലോ, അതിനാൽ ഭക്ഷ്യധാന്യ വിതരണത്തിന് അധിക പണമില്ല എന്ന് കേന്ദ്രം പറയുകയാണ്. കേരളം ആയുർദൈർഘ്യത്തിൽ ഒന്നാമതാണല്ലോ,
അതിനാൽ മരുന്നിന് പോലും ഇനി പണം തരില്ല എന്ന് പറയുകയാണ്. കേരളത്തിൽ ദശലക്ഷക്കണക്കിന് ഇതര സംസ്ഥാനക്കാർ തൊഴിൽ തേടി വരുന്നുണ്ടല്ലോ, അതിനാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണത്തിന് ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട എന്ന് പറയുകയാണ്. കേരളത്തിൽ അതിദരിദ്രർ ഇല്ലല്ലോ, അതിനാൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു പണവും നിങ്ങൾക്കിനിയില്ല എന്ന് പറയുകയാണ്. ഇതെന്ത് അസംബന്ധമാണ് സാർ? കേരളം എങ്ങനെയാണ് ഈ അവഗണനയെല്ലാം സഹിച്ച് അതിജീവിച്ച് ഒന്നാമതെത്തിയത് എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. നമുക്ക് ഏതെങ്കിലും കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് അധിക പണം ലഭിച്ചിട്ടുണ്ടോ? ഒരു കാലത്തും കിട്ടിയിട്ടില്ല. കിട്ടിയ പണത്തെ ജനങ്ങളുടെ സംഘടിതമായ പരിശ്രമത്തിലൂടെ ഇരട്ടിയാക്കി നാലിരട്ടിയാക്കി മാറ്റിക്കൊണ്ടാണ് കേരളത്തിലെ സാമൂഹ്യ വികസനം നമ്മൾ സാധ്യമാക്കിയത്. അത് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്, സംസ്കാരമാണ്. കേരളത്തിലെ ആദ്യ സർക്കാരായ EMSൻ്റെ സർക്കാർ മുതൽ ഇടപെട്ടാണെങ്കിലും അധികാരത്തിലിരുന്ന ഇടതു ജനാധിപത്യ സർക്കാരുകളും ഇടവേളകളില്ലാതെ അധികാരത്തിൽ തുടരുന്ന ഇന്നത്തെ പിണറായി സർക്കാരും സ്വീകരിച്ച ജനപക്ഷ നിലപാടുകളാണ് കേരളീയ മുന്നേറ്റത്തിൻ്റെ അടിത്തറയായി മാറിയത് എന്ന് ഓർക്കണം. ഈ മുന്നേറ്റത്തെ ശാപമായി വ്യാഖ്യാനിച്ച് മലയാള നാട്ടിലേക്ക് നയാ പൈസ തരാത്ത കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്താ? ബീഹാറിലെ താമരക്കുരു ശേഖരിക്കാൻ അത് ഉണക്കി ഉണ്ടാക്കുന്ന ഉഡായിപ്പ് പരിപാടിക്ക് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അയൽ സംസ്ഥാനമായ ആന്ധ്രയ്ക്കാവട്ടെ 6 മാസത്തിനിടയിൽ 3-ാം മോദി സർക്കാർ നൽകിയത് 3 ലക്ഷം കോടിയുടെ സാമ്പത്തിക സഹായമാണ് സാർ. ഇത്തരം കടുത്ത അവഗണനകളിൽ അടിപതറാതെ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തുമായി ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. പിണറായി സർക്കാരിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താ? സമീപകാലത്ത് നമ്മൾ നേടിയ നേട്ടങ്ങൾ തന്നെയാണ്. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ 1-ാമത് കേരളം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠതാ സൂചികയിൽ 1-ാമത് കേരളം, ഇന്ത്യ ടുഡേയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ 1-ാമത് കേരളം, നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 1-ാമത് കേരളം, രാജ്യത്തെ ആദ്യ സൂപ്പർ ഹബ് ലാബ് കേരളത്തിൽ, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ, രാജ്യത്തെ ആദ്യ ഗ്രാഫിക്സ് സെൻറ്റർ കേരളത്തിൽ, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ, രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കേരളത്തിൽ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നടത്തുന്ന നാട് കേരളം, മാതൃ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നാട് കേരളം, 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷൻ നൽകുന്ന ഏക നാട് കേരളം, 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ജീവിത വീടുകൾ നൽകിയ നാട് കേരളം, വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ 1-ാമതെത്തിയ നാട് കേരളം, ശരവേഗത്തിൽ 20 പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയ നാട് കേരളം, റബ്ബർ അധിഷ്ഠിത വ്യവസായ ഹബ്ബാക്കാൻ 1050 കോടി മുടക്കി കമ്പനി ആരംഭിച്ച നാട് കേരളം, 95 ലക്ഷം റേഷൻ കാർഡ് ഉടമകളുള്ള രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുവിതരണ സംവിധാനമുള്ള നാട് കേരളം, സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടപ്പാക്കിയ നാട് കേരളം, ഭൂരഹിതരായ 3.25 ലക്ഷം പേർക്ക് പട്ടയം നൽകിയ നാട് കേരളം. അതാണ് കേരളം. പിണറായി സർക്കാരിൻ്റെ കഠിനാധ്വാനത്തിൽ നേടിയെടുത്ത ഈ നേട്ടങ്ങളുടെ നെറുകയിൽ കയറി നിന്നുകൊണ്ട് തന്നെയാണ് വരാനിരിക്കുന്ന ലോകത്ത് കുതിപ്പ് നടത്താൻ കേരളം ഈ ബജറ്റിൽ പുതുനിർദ്ദേശങ്ങൾ വെച്ചത്. വയനാടൻ ദുരന്തഭൂമിയെ സ്വർഗ്ഗഭൂമിയാക്കി വീണ്ടെടുക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ 750 കോടി രൂപ ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 10,431 കോടി, വ്യവസായ വികസനത്തിന് 1,831 കോടി, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 15,980 കോടി, ലൈഫ് വീടുകൾക്ക് 1,160 കോടി, റോഡുകൾ പാലങ്ങൾ 4,219 കോടി, വിലക്കയറ്റം തടയാൻ 2,063 കോടി, വിളപരിപാലനത്തിന് 530 കോടി, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് കോടികളുടെ മറ്റ് സഹായങ്ങൾ. അതോടൊപ്പം ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം ഈ ഘട്ടത്തിൽ ഞാൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നത് ക്ഷേമ പെൻഷനിൽ ചെറിയൊരു വർധനമെങ്കിലും വരുത്താൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണം. കാലാനുസൃതമായ വിലവർധനവ് തരുകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്രത്തിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കാനുള്ള വലിയ സമ്മർദ്ദം കൊണ്ടുവരണം. അതുവരെയുള്ള കാലത്ത് കേരളത്തിലെ നെൽകർഷകരെ സഹായിക്കാൻ ഗവൺമെൻറ് പിന്തുണയ്ക്കണം എന്ന അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ സന്ദർഭത്തിൽ തന്നെ ചില ജൽപ്പനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നുപോയിട്ട് കാര്യമില്ല. അതിന് കേന്ദ്രത്തിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷമുണ്ട്. എന്താ ജൽപ്പനങ്ങൾ? അവർ പറയുന്നു, അയ്യോ ഞങ്ങൾ പട്ടിണിയിലാണ്, കുടിക്കാൻ വെള്ളവും കിടക്കാൻ കിടപ്പാടവും ഉടുക്കാൻ വസ്ത്രവും പഠിക്കാൻ പള്ളിക്കൂടവും ഇല്ലാത്ത ഞങ്ങൾക്ക് വല്ലതും തരണേ എന്ന് യാചക വേഷത്തിൽ വന്ന് പറഞ്ഞാൽ എല്ലിൻ കഷ്ണമെങ്കിലും എറിഞ്ഞു തരാം എന്ന് പറയുന്ന കേരളത്തിൽ പിറന്ന കേന്ദ്ര കുര്യനോടും ചുമ്മാ കിടന്ന് നിലവിളിക്കാതെ പഞ്ചപുച്ഛമടക്കി ഉന്നത കുലജാതരായ തങ്ങളുടെ തറവാട്ടിൽ വന്ന് നട്ടെല്ല് വളച്ചു നിന്നാൽ നിങ്ങളെ അത്യുന്നതയിൽ എത്തിക്കാം എന്ന് പുലമ്പിയ പൂരപ്പറമ്പിലെ കേന്ദ്ര ഗോപിയോടും അവരെല്ലാം ആദരവോടെ സ്വീകരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തോടും മലയാളികളുടെ മറുപടി ഞാൻ ഈ സഭയിൽ പറയുകയാണ്. ഞങ്ങൾ മലയാളികൾ
മലയാള നാടിനെയും മലനാടിനെയും ഇടനാടിനെയും തീരനാടിനെയും ഇടനെഞ്ചിൽ ഒരുപോലെ ഏറ്റുവാങ്ങിയ മനുഷ്യർ ഞങ്ങൾ മലയാളികൾ. അടിമജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ട മാനവകുലത്തിൻ്റെ പൂർവ്വകാല തിന്മകൾ തിരുത്താൻ പൊരുതിക്കേറിയ മതനിരപേക്ഷമാനവർ ഞങ്ങൾ മലയാളികൾ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ജാതി ഓതിയ മഹാഗുരുവിൻ്റെയും മനുഷ്യൻ നന്നാവാൻ മനസ്സ് നന്നായാൽ മതിയെന്ന് ഉദ്ഘോഷിച്ച ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയും അടിയാളരുടെ മക്കളെ പള്ളിക്കൂടത്തിൽ കയറ്റിയില്ലെങ്കിൽ അരിവാളുമായി പാടത്തിറങ്ങാൻ അധ്വാനവർഗം ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ച് അനാചാര പെരുവഴികളിലൂടെ അവകാശ പോരാട്ട ചാട്ടുവാറുമായി വില്ലുവണ്ടിയിൽ വീറോടെ പൊരുതി മുന്നേറുകയും ചെയ്ത അയ്യങ്കാളിയുടെ പിന്മുറക്കാരായ ഞങ്ങൾ മലയാളികൾ ഈ നാടിനു വേണ്ടി ജീവൻ നൽകുമെന്ന് പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഞങ്ങൾ മലയാളികൾ ഏതെങ്കിലും എല്ലിൻ കഷ്ടത്തിന് വേണ്ടി ഏതെങ്കിലും കേന്ദ്രാധികാരിയുടെ മുൻപിൽ ഏറാൻ മൂളികളായി മാറില്ലെന്നും ഏത് ഉന്നതകുല അധികാരദാഷ്ട്യത്തിന് മുൻപിലും ഈ നാടിൻ്റെ അവകാശത്തിന് വേണ്ടി ചങ്കുപൊട്ടുമോർ ഉച്ചത്തിൽ നിലയ്ക്കാത്ത മുദ്രാവാക്യ നിലവിളികളുമായി നിലയുറപ്പിക്കുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ബജറ്റിനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.